പ്രൈസ് ദ ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശ്വാസനാഥമെന്ന ആത്മിക ശുശ്രൂഷയുടെ 56ാമത്തെ എപ്പിസോഡിലേക്കുള്ള സ്വാഗതത്തെയും ഒപ്പം വന്ദനത്തെയും അറിയിച്ചു കൊള്ളുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് നൽകി തരുന്ന എല്ലാ പ്രോത്സാഹനത്തിനുമായി കർത്തൃനാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക എന്നുള്ളതാണ്. കർത്തൃ സാന്നിധ്യം. അപ്പോൾ കർത്തൃ സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തോടെ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് ആരംഭിക്കാമെന്ന് തിരുകൃപയിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സമാധാനത്തിൻ്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേലുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നത് നമ്മുടെ അകത്ത് സമാധാനം വരുമ്പോഴാണ്. നമ്മുടെ കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ സമാധാനത്തിൻ്റെ കർത്താവാണ്. ആ കർത്താവ് നമുക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമ്പോൾ ഒരു കാര്യം നമുക്ക് ഓർമ്മ വരും. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആലോചന, ആ ഗ്രേറ്റ് കമ്മീഷൻ നമ്മുടെ അകത്ത് വരും. ആ ചിന്ത അകത്ത് വരുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യപ്പെടും: കർത്താവ് നമ്മോട് കൂടെയുണ്ട്, അഥവാ കർത്താവ് നമ്മളോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും. അതിനെയാണ് കർത്തൃ സാന്നിധ്യം അനുഭവിക്കുക എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ കർത്തൃ സാന്നിധ്യം അനുഭവിക്കുവാൻ, സമാധാനത്തിൻ്റെ കർത്താവായ മഹാദൈവം നമ്മോട് കൂടെ ഇരിക്കാൻ നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ചിന്താവിഷയം. അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. കർത്താവിൻ്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളാണ്. ഞാനിവിടെ ഓർപ്പിക്കുന്നത്, കർത്തൃ സാന്നിധ്യം, ദൈവ സാന്നിധ്യം, സമാധാനത്തിൻ്റെ കർത്താവായ ദൈവം നമ്മോട് കൂടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ, അഥവാ ദൈവ സാന്നിധ്യം അനുഭവിക്കണം അല്ലെങ്കിൽ കർത്തൃ സാന്നിധ്യം അനുഭവിക്കണം ഒന്ന് ഉണ്ടെങ്കിൽ, 1-ാമത്തെ പ്രത്യേകതയാണ് അതിൻ്റെ 2-ാം വാക്യത്തിൽ കാണുന്നത്: പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്. അപ്പം നമ്മൾ പറയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. സ്തോത്രം. ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നയാളാണ് നമ്മൾ. നാം ദൈവസന്നദ്ധയിലായിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, പക്ഷെ സമയങ്ങൾ വേർതിരിഞ്ഞ് കർത്തൃപാദപീഠത്തിലിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥന പല വിധത്തിലുണ്ട് എന്ന് നമുക്കറിയാം. ഒരു ഭാഗത്ത് പറയുന്നത്, ഞാൻ പ്രാർത്ഥനയിൽ പോരാടുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഈ ആളുകളാണ് നമ്മൾ. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും സ്വർഗത്തെ കുലുക്കാറുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ചില സന്ദർഭങ്ങളിൽ ദൈവത്തിന് പോലും ഇരിക്കാൻ കഴിയാത്ത വിധത്തിൽ തമ്പുരാൻ സ്വർഗം വിട്ട് താഴേക്ക് ഇറങ്ങി ചലിക്കാത്തതിനെ ചലിപ്പിച്ച അനുഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ചില സന്ദർഭങ്ങളിൽ മരിച്ച് വർഷങ്ങളായി എന്ന് പറഞ്ഞ് തള്ളിയിട്ട വിഷയങ്ങൾക്ക് ജീവൻ കൊടുത്തിട്ട് മടക്കി വരുത്തിയത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അതുമാത്രം മതിയോ? ഇതൊക്കെ നമുക്ക് നമ്മെക്കുറിച്ചുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് ഞാൻ മറ്റൊരു ആഹ്വാനം തരുന്നു. കർത്താവിൻ്റെ ദാസനായ യോബ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആമേൻ. തൻ്റെ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. എന്ത് എന്ന് ചോദിച്ചാൽ, യോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നു പ്രാർത്ഥിക്കണം.
ആർക്കാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കുന്നത് നമ്മളാണ്. ആർക്കാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പൻ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ആർക്ക് വേണ്ടി? ഞങ്ങൾക്ക് വേണ്ടി. ആരാണ് ഞങ്ങൾ? സ്തോത്രം. ആരാണ് ഞങ്ങൾ എന്നതിന് കൃത്യമായി പൗലോസും സീലാന്യോസും തിമോത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതുന്നത്. ആർക്ക് വേണ്ടി എന്ന് ചോദിച്ചാൽ പൗലോസ്, സീലാന്യോസ്, അതുപോലെ തന്നെ തിമോത്തിയോസ്. ശരിക്കും പറഞ്ഞാൽ അപ്പോസ്തലന്മാർ, അല്ലെങ്കിൽ അന്ന് കാലത്ത് കർത്തൃവേല ചെയ്യുന്ന കർത്തൃഭക്തന്മാർ, സുവിശേഷ വേലക്കാർ, അപ്പോസ്തലനോ പ്രവാചകനോ ഉപദേഷ്ടാവോ ഇടയനോ സുവിശേഷകനോ ആരുമാകട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പൻ. ദൈവത്തിന് സ്തോത്രം. അപ്പം എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? സ്തോത്രം. എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവിന്റെ ദാസൻ പറയുന്നു, വല്ലാത്തവരും ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്നും ഞങ്ങൾ വിടുവിക്കപ്പെടാൻ. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് വിടുതലിന് വേണ്ടിയാണ്. ആർക്ക് വേണ്ടിയാണ്? ഞങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ്? വിടുതലിന് വേണ്ടിയാണ്. ആരിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയിട്ടാണ്? ദൈവത്തിന് സ്തോത്രം. അത് വല്ലാത്തവരും ദുഷ്ടരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് വിടുതൽ ലഭിക്കാനാണ്. സ്തോത്രം. അങ്ങനെ വിടുതൽ ലഭിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം ആ വാക്യത്തോട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് 1-ാം വാക്യത്തിൽ കാണുന്നത്. ദൈവവചനം വേഗം വ്യാപിച്ച് മഹത്വപ്പെടും. ദൈവത്തിന് സ്തോത്രം. എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ്? ഞങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? വിടുതലിന് വേണ്ടിയാണ്. ആരിൽ നിന്നുള്ള വിടുതലിനാണ്? വല്ലാത്തവരും ദുഷ്ടരുമായ മനുഷ്യരിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയിട്ടാണ്. സ്തോത്രം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം വേഗം വ്യാപിച്ച് മഹത്വപ്പെടുന്നു. സ്തോത്രം. അപ്പോൾ വീണ്ടും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അത് എവിടെയെങ്കിലും അങ്ങനെ വ്യാപിച്ച് മഹത്വപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നു, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ. കണ്ടോ? അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ അടുക്കൽ എങ്ങനെ എത്തി? അതുപോലെ അത് വ്യാപിക്കുകയും. അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രവാചകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സുവിശേഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇടയന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉപദേഷ്ടാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ നിങ്ങൾ അവർക്ക് വേണ്ടി എന്തിനു പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ വല്ലാത്തവരും ദുഷ്ടരുമായ മനുഷ്യരുടെ പക്കത്തു നിന്നുള്ള വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ എന്ന് ചോദിച്ചാൽ ദൈവവചനം വ്യാപിച്ച് മഹത്വപ്പെടുന്നു. അപ്പോൾ ദൈവവചനം വ്യാപിച്ച് മഹത്വപ്പെടുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അടുക്കൽ എങ്ങനെ ദൈവത്തിൻ്റെ വചനം എത്തിയോ അതുപോലെ ദൈവത്തിൻ്റെ വചനം എല്ലായിടത്തും എത്തും. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നാ ചോദ്യം. ദൈവത്തിന് സ്തോത്രം. ചിലർ ചോദിക്കാറില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നാ ഗുണം എന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ ദാസൻ പറയുന്ന ചില പദങ്ങളുണ്ട് 3-ാം വാക്യത്തിൽ. കർത്താവ് ആരാണെന്നറിയാമോ? കർത്താവ് വിശ്വസ്തനാണ്. കേട്ടോ, നിങ്ങളൊരു ചുമടല്ലേ എടുക്കുന്നത്, നിങ്ങൾക്കുള്ള ഒത്തിരി ചുമടുകൾ നിങ്ങളുടെ മേലുള്ളപ്പോൾ തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ ഭാരം കൂടെ വഹിക്കുകയല്ലേ. അപ്പോൾ ഈ കർത്താവ് ആരാണെന്നറിയാമോ? 3-ാം വാക്യത്തിൽ കർത്താവ് വിശ്വസ്തനാണ്. ആ കർത്താവ് നിങ്ങൾ എന്തോ ചെയ്യും? കർത്താവ് നിങ്ങൾ ആദ്യം ഉറപ്പിക്കും. സ്തോത്രം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥന തമ്പുരാൻ കേട്ടെങ്കിൽ കാലങ്ങൾ കൊണ്ട് നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അടഞ്ഞു കിടന്നിരുന്നതിനെ തുറന്ന് മഴ പെയ്യിക്കാൻ കർത്താവിന് കഴിയുമെന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തും. അപ്പോൾ അവിടെ പ്രിയമുള്ളവരെ നമ്മെ ഉറപ്പിക്കും. സ്തോത്രം. ആരെ ഉറപ്പിക്കുന്നതെന്നാ ചോദ്യം. നാട്ടുകാർ ഉറപ്പിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? സഭയിലെ പാസ്റ്റർ നമ്മളെ ഉറപ്പിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ കൂട്ടുവിശ്വാസികൾ ഉറപ്പിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ദൈവം നമ്മെ ഉറപ്പിക്കും. സ്തോത്രം. അങ്ങനെ ദൈവം നമ്മെ ഉറപ്പിച്ച ശേഷം ദൈവം അടുത്ത പണിയാണ് ചെയ്യുന്നത്, നമ്മളെ കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകത്തിലായിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റുമോ? നമ്മൾ ഒരിടത്ത് മറ്റിടത്തേക്ക് പോകുമ്പോൾ സൈക്കിളിൽ സഞ്ചരിക്കുന്നു, നടന്നു പോകുന്നു, ബൈക്കിൽ പോകുന്നു, കാറിൽ പോകുന്നു, വാഹനത്തിൽ പോകുന്നു. എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കറിയാം? ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ വീട്ടിൽ ഇറങ്ങിയിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ എത്തും എന്ന ഉറപ്പ് നമുക്കുണ്ടോ? ഇല്ല. അപ്പോൾ അതുവരെയും നമ്മെ സൂക്ഷിച്ചതാരാണ്? ദൈവമാണ്. അപ്പോൾ ഈ ദൈവം എന്തോ ചെയ്യും? കാത്തുകൊള്ളും. ആരിൽ നിന്ന് കാത്തുകൊള്ളുമെന്ന് ചോദിച്ചാൽ ദുഷ്ടൻ്റെ പക്കൽ നിന്ന് കാത്തുകൊള്ളും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആമേൻ. നിങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ, സമാധാനത്തിൻ്റെ കർത്താവിനെ അനുഭവിക്കുവാൻ തിരുസന്നിധിയിൽ വന്നിരിക്കുന്നുവെങ്കിൽ നമ്പർ 1 നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണം. നമ്പർ 2
സ്തോത്രം. അതിൻ്റെ 5-ാം വാക്യം, തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്കൊരു തിരിയൽ ആവശ്യമാണ്, നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. നമ്മൾ എന്നോട് സംസാരിച്ച് കേട്ട നാദം എന്തെന്ന് കേൾപ്പാൻ ഞാൻ തിരിഞ്ഞു എന്നൊരു ഭാഗം വായിക്കുന്നുണ്ട്. അത് അക്ഷരികമായിട്ടുള്ള തിരിച്ചിൽ തന്നെയാണ് സംഭവിക്കുന്നത്. ശരിയാണ്. മനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയമുള്ളവരെ? അതൊരു തിരിച്ചലല്ലേ? സ്തോത്രം. ഇരുട്ടിലേക്ക് യാത്ര ചെയ്തിരുന്ന, ഇരുട്ടിൽ നിന്നിരുന്ന നാം അവിടെ നിൽക്കുന്നു, നേരെ വെളിച്ചത്തിലേക്ക് തിരിയുന്നു, ദൈവത്തിലേക്ക് തിരിയുന്നു. അതല്ലേ മാനസാന്തരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമെന്ന് പറഞ്ഞാൽ. അപ്പം നാം തിരിയണം. എന്തിലേക്ക് തിരിയണം എന്ന് ചോദിച്ചാൽ 5-ാം വാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക്. സ്തോത്രം. അപ്പം ദൈവസ്നേഹത്തിലേക്ക് നമ്മളൊന്ന് തിരിയണം. ദൈവസ്നേഹത്തിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ആത്മാവ് സഭകളോട് പറയുന്നതുണ്ട്. എന്ത് എന്ന് ചോദിച്ചാൽ, നിന്റെ ആദ്യ സ്നേഹം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നൊരു കുറ്റം എനിക്ക് നിങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കൈമോശം വന്നതിലേക്ക് മടങ്ങി വരാൻ നാം തയ്യാറാണെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കുമെന്നുള്ള കാര്യത്തിൽ 2 പക്ഷമില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സ്നേഹത്തിന് 2 ഭാഗങ്ങളുണ്ട്. 1 അഗാപ്പെ, 2 ഫിലയോ. 1 ദൈവസ്നേഹം, 2 സഹോദര സ്നേഹം. ഇത് 2ഉം വെളിപ്പെടുത്തിയത് എവിടെ? ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനശാല ഏത് എന്ന് ചോദിച്ചാൽ, റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി വരികയിൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ സ്നേഹത്തെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്ന് ചോദിച്ചാൽ, ശാന്തമായി മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വന്നിട്ട് അതിൻ്റെ 12-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം നാം പരിശോധിക്കുവാൻ തയ്യാറാണെങ്കിൽ, അവിടെ കർത്താവ് തന്നെ കൃത്യമായി ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: ദൈവത്തെ, കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, അത് മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ നാം കർത്താവിനെ സ്നേഹിക്കുക, സേവിക്കുക, ആരാധിക്കുക, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക, കൂട്ടുകാരനെ നമ്മെ പോലെ തന്നെ സ്നേഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹത്തിന് മറ്റു വശങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന പത്രോസ് തന്നെ രേഖപ്പെടുത്തുന്നു. 2-ാമത്തെ അധ്യായം 1-ാമത്തെ ലേഖനം അതിൻ്റെ 23-ാമത്തെ വാക്യം. 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യത്തെ ഫലമേൽപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, 2-ാം ഭാഗം നാം തിരിയണമെന്ന് പറഞ്ഞാൽ, 1 ദൈവസ്നേഹത്തിലേക്കാണെങ്കിൽ 2-ാം ഭാഗം കർത്താവിൻ്റെ സഹിഷ്ണുതയിലേക്ക്, ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്ക് നാമും തിരിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കർത്താവ് തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലാണെന്ന് ഞാൻ ഓർക്കുന്നു. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്തിൽ നിന്ന് എന്ന് കൃത്യമായി ഇംഗ്ലീഷ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനും നിന്നെ കാക്കും. അപ്പോൾ 2ാമത്തെ പ്രത്യേകത പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക്, കർത്താവിൻ്റെ സഹിഷ്ണുതയിലേക്ക് നാം തിരിയുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ സ്നേഹത്തിലേക്കും ദൈവത്തിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിയുവാൻ ഈ ദിവസങ്ങൾ നാം തയ്യാറാണെങ്കിൽ
ദൈവത്തിൻ്റെ വചനം കൃത്യമായി പറയുന്നു, കർത്തൃ സാന്നിധ്യം നമ്മോടുകൂടെ ഇരിക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി. സഹിഷ്ണുതയ്ക്ക് ഏറ്റവും പ്രധാന ഉദാഹരണം ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ്. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ട് അവിടുന്ന് പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തറിക്കുന്നവരുടെ മുൻപിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവിടുന്ന് വായെ തുറക്കാതിരുന്നു. സഹിഷ്ണുതയെ വെളിപ്പെടുത്തിയത് ഒരാളെ ഉള്ളൂ, നമ്മുടെ കർത്താവ് മാത്രമാണ്. ആകയാൽ പ്രിയമുള്ളവരെ, നാം കേട്ടതുപോലെ നമ്പർ 1 പ്രാർത്ഥിക്കുക, നമ്പർ 2 നാം തിരിഞ്ഞു വരിക. ഇത് രണ്ടും ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവൻ, കർത്താവിൻ്റെ വചനം പറയുന്നു, ദൈവത്തിന് സ്തോത്രം, സമാധാനത്തിൻ്റെ കർത്താവായവൻ നമ്മോടുകൂടെ ഇരിക്കും. ആമേൻ. അങ്ങനെയാണെങ്കിൽ കർത്തൃ സാന്നിധ്യം നമുക്കുണ്ടാകും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, തലകളെ വണക്കി പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, തിരുകൃപയ്ക്കായി സ്തോത്രം. കേട്ടതൊഴുകി പോകല്ലേ, ശ്രദ്ധയോടെ കരുതുവാൻ അങ്ങ് സഹായിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തല്ലോ. പ്രാർത്ഥന കേട്ടല്ലോ, ഓർത്തങ്ങയെ വാഴ്ത്തുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ.